ആശ്വസിപ്പിക്കേണ്ടവർ പോലും നിന്റെ അരികിലില്ലാതെ നീ മാത്രമാകുമ്പോ, നീ തളർന്നെന്ന് തോന്നുമ്പോ, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു? നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകന്നവൻ, പിന്നെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു? എൻ്റെ ശാഖകൾ എന്തുകൊണ്ട് വെട്ടപ്പെട്ടു? എൻ്റെ കുടുംബ ജീവിതം പകുതി വഴിയിൽ എന്തുകൊണ്ട് വെട്ടപ്പെട്ടു? എൻ്റെ സാധ്യതകൾ എന്തുകൊണ്ട് കരിഞ്ഞുപോയി? എൻ്റെ ജീവിതം മാത്രം എന്തുകൊണ്ട് തീച്ചൂളയിലേക്ക്? പ്രാർത്ഥിക്കാതെ നടക്കുന്ന അവനും അവളും സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന നീ തീച്ചൂളയിൽ കൂടെ. പ്രാർത്ഥിക്കാത്തവൻ, ദൈവമില്ലാത്തവൻ, ഈ ലോകത്തിൽ ജീവിക്കുന്നവൻ, അവൻ നന്നായി നല്ല വീട്ടിൽ പാർക്കുമ്പോൾ നീ മാത്രം വാടക വീട്ടിൻ്റെ അകത്ത്. ദൈവമില്ലാത്തവൻ നല്ല ബെൻസ് കാറിൽ പോകുമ്പോൾ നീ മാത്രം സൈക്കിൾ ചവിട്ടി പോകുന്നു. ദൈവമില്ലാത്തവൻ അവൻ ഈ ലോകത്തിൽ നന്നായി ജീവിക്കുന്നത് നിനക്ക് തോന്നുമ്പോൾ അത് നീ മാത്രം തകർന്ന് ചാരത്തിൻ്റെ അകത്ത്. നേരുള്ളവനല്ലേ, നിഷ്കളങ്കനല്ലേ, ദോഷം വിട്ടകന്നവനല്ലേ, പിന്നെ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? തിരിച്ചറിയുക. ആർക്കുമില്ലാത്തൊരു കൊയ്ത്തിന് വേണ്ടി ഇന്ന് വരെ നീ കാണാത്തത്, ഇന്ന് വരെ നീ ചിന്തിക്കാത്ത നിലവാരത്തിൽ ആമൻ അഭിഷേകത്തിന്റെ ഇരട്ടി, സാമ്പത്തികത്തിന്റെ ഇരട്ടി, നന്മയുടെ ഇരട്ടി. ഇനി നിന്നെ പിടിച്ചു വെക്കാൻ കഴിയാത്ത ആമൻ നാട്ടുകാർ പറയാ, യവന്റെ നന്മ ദേശത്ത് ഒതുങ്ങുന്നില്ല, യവന്റെ നന്മ ദേശത്ത് ഒതുങ്ങുന്നില്ല, യവന്റെ ശുശ്രൂഷ കാരണം അടുത്തുള്ള പള്ളിയിലൊന്നും ആളില്ല. കാരണം അവൻ നിന്റെ അകത്തുള്ള സീഡ്, ആ വിത്ത് പലതായി മുളച്ചു, ആ കൃപാവരങ്ങൾ ജ്വലിക്കാൻ തുടങ്ങി. ദൈവം ഇത് എവിടെ നിന്നും അറിയത്തില്ല, സാമ്പത്തികന്റെ വാതിൽ തുറന്നു കൊടുത്തു. ഒരു ദൈവ മഹത്വം വെളിപ്പെട്ടാൽ, ഒരു ദൈവ ശക്തി നിന്റെ ജീവിതത്തിൽ ചലിച്ചാൽ, നിന്റെ മഹത്വം ഇരട്ടിക്കും, നിന്റെ സമ്പത്ത് വർദ്ധിക്കും. വെട്ടാൻ ഒരു സമയമുണ്ടെങ്കിൽ മുളയ്ക്കാൻ ഒരു സമയമുണ്ട്. ആ മുളപ്പ് അത് ഇന്നലെ നീ തഴച്ചതുപോലെയല്ല, പല ശാഖകളായി. In the name of Jesus. പിന്നെ ദൈവം നിന്നെ മുളപ്പിക്കുന്നത് ഇന്നലത്തെ പോലെ ഒന്നോ രണ്ടോ ശാഖകളല്ല, നീ തഴയ്ക്കും. നിന്നെ പിന്നെ എത്തിപ്പിടിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ നാട്ടുകാർ പറയും, യവന്റെ തലമുറയോ, യവന്റെ കുടുംബമോ, യവന്റെ ശുശ്രൂഷയോ ഇത് എങ്ങനെ സംഭവിച്ചു? ഒരു ദൈവ മഹത്വം വെളിപ്പെടുന്ന സമയമുണ്ട്, ഒരു ദൈവ പ്രവൃത്തി ചലിക്കുന്ന സമയമുണ്ട്. ദൈവത്തിന്റെ കരം ചലിക്കാൻ തുടങ്ങിയാൽ പിടിച്ചു നിൽക്കാൻ, തടുക്കാൻ ഒരു പിശാചിനും കഴിയുകയില്ല. ഇന്നത്തെ ജീവിതം നാം ഞെങ്ങി ഞെരുങ്ങിയായിരിക്കാം മുൻപിലേക്ക് പോകുന്നത്. ഒലിവ് കാ ചതയ്ക്കുന്നത് പോലെ നിന്റെ ജീവിതം ഇടിച്ചു നുറുക്കി ഇടിച്ചു നുറുക്കി ഇടിച്ചു നുറുക്കി ഓരോ ദിവസവും തള്ളി നീക്കുന്നെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, നീ പുറത്തു വരാൻ സമയമായി, നിന്റെ മഹത്വം വെളിപ്പെടാൻ സമയമായി.